ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൈപ്പൂയം ദിനാശംസകൾ. ഇന്ന് തൈപ്പൂയമാണ്. എനിക്ക് തൈപ്പൂയത്തിൻ്റെ അന്ന് ഒരിക്കലെടുക്കാറുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു. എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മുരുകക്ഷേത്രമുണ്ട്. അതിപ്പോൾ ജീർണാവസ്ഥയിലാണ്. ആദ്യമെല്ലാം നമുക്ക് നല്ല രീതിയിൽ എല്ലാ പ്രാർത്ഥനകൾക്കും സഫലമാവാനും ഒക്കെ നമ്മൾ എത്തിച്ചേരുന്നത് അവിടെയായിരുന്നു. വിഷമ കാലഘട്ടത്തിലൊക്കെ എന്ത് പ്രാർത്ഥിച്ചാലും അത് ആപൽരക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന ദൈവമായിരുന്നു അന്നൊക്കെ. അന്ന് നല്ല തലമൂത്ത കാർന്നവർ, പൂക്കാവടി, അങ്ങനെയുള്ള പല ആഡംബരങ്ങളായ എല്ലാ കാഴ്ചകളെ കൊണ്ടും മനോഹരമാക്കിയിരുന്നു. ഇപ്പോൾ അതിൽ വെറും പൂജ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിലും ഞാൻ അവിടെ പോയി തൊഴുതു. അവിടുത്തെ ലാസ്റ്റ് കാരണവത്തിയായിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവളായിട്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ മോളും ഞാനും പോയിരുന്നു. പൂജ സമയത്താണ് പോയത്. അപ്പം മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷം കിട്ടി. നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പോവേണ്ടി വന്നു. അടുത്ത് തന്നെ പിന്നെ ഞാൻ പോയത്, ഞാൻ വേറെ വാടകയ്ക്ക് താമസിച്ചിടത്ത് തന്നെ ഒരു മുരുകക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെയും പോവാറുണ്ട്. അവിടെയാണ് കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചിരുന്നത്. കാലത്ത് ജോലിക്ക് പോകുമ്പോഴും അവിടെ പോയി തൊഴുതേ പോയിരുന്നുള്ളൂ. അതും നമ്മൾ ക്ഷിപ്രപ്രസാദിയായ ഒരു മുരുകൻ്റെ ക്ഷേത്രം, മുരുകനും ഭഗവതിയും കൂടിയുള്ളൊരു അമ്പലമായിരുന്നു. കണ്ണാത്തേൽ അമ്പലം എന്ന് പറയും. അതായിരുന്നു ഇത്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നാൽ ഇന്ന് ഉച്ചയൂണ് വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. ഒരിക്കലൂണല്ലേ. അപ്പോൾ ഒരു നേരം ചോറും രാവിലെയും വൈകിട്ടും അരിഭക്ഷണം അല്ലാത്ത ഏതെങ്കിലുമൊക്കെയാണ്. രാവിലെ ഉപ്പുമ കഴിച്ചു, വൈകുന്നേരം ഞാൻ അത് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും. അപ്പം ചോറ്, അതിന് ഒരു അച്ചാറുണ്ട്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപയർ മുളപ്പിച്ചുള്ള ഉപ്പേരി വെച്ചു. പിന്നെ പപ്പടം, കൊണ്ടാട്ടമുളക്, ഇതെല്ലാം വെച്ച്. പിന്നെ ഞാൻ നമ്മുടെ മുരുകനെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. പഞ്ചാമൃതക്കൂട്ട് നമ്മൾ അമ്പലങ്ങളിലാണ് കിട്ടുക. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അതായത് നമ്മുടെ പഴവും ചെറുപഴവും കൽക്കണ്ടവും ഈത്തപ്പഴവും കൂടി അടിച്ച് ചേർത്ത് അതിൽ തേനൊഴിക്കും. അല്പം ശർക്കരയും വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഏലക്കായെല്ലാം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പഞ്ചാമൃതക്കൂട്ട് റെഡി. ഇതാണ് ഞാനുണ്ടാക്കിയ പഞ്ചാമൃതക്കൂട്ട് കൂട്ടിയുള്ള സാമ്പാർ. ചെറിയ ഉള്ളി ഇട്ട് സാമ്പാർ വെച്ചതാണ്. ഉള്ളി സാമ്പാറാണെന്ന് വെച്ചത്. അപ്പോൾ ചോറും ഉള്ളി സാമ്പാറും കൂടി കഴിച്ച് ഇന്ന് ഉച്ചയൂണിന് ഉണ്ടായ വിഭവങ്ങളാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇനി എനിക്ക് ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം നൽകൂ.